من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقهوا قولي اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ, കുറേ സമയമായില്ല, എല്ലാവരും വെയിറ്റ് ചെയ്യണ. ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ടൈമാണ്. എല്ലാവർക്കും കേൾക്കാലല്ലേ? ഒന്ന് റിപ്ലൈ ചെയ്യണേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. എല്ലാവരും കുട്ടികളെയും കൊണ്ട് ഒരു അംഗം നടക്കുന്ന ഒരു ടൈമായിരിക്കും. ചില ആളുകൾ, പലർക്കും നോമ്പായിരിക്കും. അപ്പൊ ഈ സമയം കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈമാണ്. എല്ലാരും ക്ഷമിച്ചേക്കണേ ഇൻഷാ അള്ളാ. അപ്പൊ നമ്മള് പറയാന് വന്നിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം, അതുപോലെ തന്നെ അതിന്റെ ഒരു ശ്രേഷ്ഠത, അത് പഠിക്കാനുള്ള സോഴ്സ്, അതിന്റെ ഉറവിടങ്ങൾ, ഇതിനൊക്കെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന് ശരിക്കും പറയാ സീറ എന്നാണ്. സീറ എന്ന് പറഞ്ഞാല് എന്താ പറയാ, സീറങ്ങള് എനിക്ക് ഇതിനകത്തിരിക്കുന്ന കുറെ ആളുകള് ഈമാൻ വസീറ എന്ന് പറയുന്ന ഒരു കോഴ്സ് വന്നപ്പോ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ചിലര് തീരെ കേട്ടിട്ടുണ്ടാവില്ല സീറ എന്ന് പറയുന്നത് എന്താന്ന്. ചിലര് സീറ എന്ന് കേട്ടിട്ടുണ്ടാവും, എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രത്തിന് പറയുന്ന പേരാണ് സീറ. നമ്മ അറബി ഭാഷയില് സാറ, യസീർ എന്നൊക്കെ പറഞ്ഞാല് സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സീറു ഫിൽ അർള് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അതായത് നിങ്ങൾ അക്രമികളുടെ ഒരു പര്യവസാനം എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ല മുത്തഖീങ്ങളായിട്ടുള്ള ആളുകളുടെ അവരുടെ ഒരു ഇത് എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സീറു ഫിൽ അർളി സുമ്മൻദുറു കൈഫ കാന ആഖിബത്തുൽ മുത്തഖീൻ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഇത് കാണാൻ പറ്റും. അപ്പോ അതിന്റെയൊക്കെ അർത്ഥം വരുന്നത് വെച്ചാൽ സഞ്ചരിക്കുക, ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മസീർ എന്ന് പറഞ്ഞാൽ നടക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ ചരിത്രം അല്ലെങ്കിൽ സീറ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയെ നമ്മൾ യാത്ര ചെയ്യുക, നടക്കുക, സഞ്ചരിക്കുക എന്നൊക്കെയുള്ള ഈ അർത്ഥം വരുന്ന പദങ്ങൾ കൊണ്ട് അതുകൊണ്ട് വിവക്ഷിക്കാനുള്ള ഒരു കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഒരാളെ ജീവചരിത്രം നമ്മൾ അന്വേഷിക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന സന്ദർഭത്തില് അയാള് പിന്നിട്ട വഴികളിലൂടെ, അയാളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? അയാൾ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് അല്ലെ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ യാത്ര ചെയ്യുക, സഞ്ചരിക്കുക എന്നൊക്കെ പറയാനുള്ള കാരണം. അല്ലെങ്കിൽ അയാളുടെ കാലടികൾ നമ്മൾ പിന്തുടരുക. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പദം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തു നബവിയ എന്നാണ് അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള സമ്പൂർണ്ണ ജീവിതം, അതാണ് സീറത്തു നബവിയ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ ഈ സീറ പഠിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? പല രീതിയിൽ പലതരത്തിലായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിനെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അതായത് ചില ആളുകൾ അതിനെ കേവലം ഒരു ചരിത്രമായിട്ട് പഠിക്കുക ചെയ്യുന്നവരുണ്ട്, ജസ്റ്റ് വായിച്ചു പോകുന്നവരുണ്ട്. ചില ആളുകൾ 1400 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ ജീവിച്ച ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു സൂപ്പർമാൻ എന്ന നിലക്ക് അതിനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിനെ പഠന വിധേയമാക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞാല് അത് നമ്മുടെ ജീവിതമാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത്, ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് ചെല്ലുന്ന സമയത്ത്
നമ്മളിപ്പോ ഞാനൊരു ടീച്ചറാണ്, ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ടീച്ചറാണ്. അപ്പം ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഹെഡ് മാഷ് എനിക്ക് എന്ത് ചെയ്യും, അവിടുത്തെ എന്റെ ജോലി എന്താണ്, ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ടൈമിലാണ് ഞാൻ പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരാറുണ്ട്. ഇന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞിട്ട്. അതേപോലെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ലോകത്തേക്ക്, ഈ ഭൂമിയിലേക്ക് നമ്മൾ എത്തിയത് മുതൽ നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്, അതായത് ജീവിത രൂപരേഖയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാല്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം അത് ചേർത്ത് വെച്ചായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ആ ജീവിതം മുന്നിൽ വെച്ചാവണം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ അതിനെ ഇംപ്രൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പെർഫെക്റ്റ് റോൾ മോഡൽ ആയിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മള് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വാർത്തെടുക്കേണ്ട, നമ്മുടെ ജീവിതം എന്താ പറയാ, അതിനെ ഉണ്ടാക്കേണ്ട ഒരു ഡൈ ആണ് ശരിക്കും പറഞ്ഞാല് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാല്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല 50-ലധികം വചനത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ വേണ്ടി നിരന്തരം നമ്മളോട് ആഹ്വാനം ചെയ്തത് അതിനു വേണ്ടി തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറ അഹ്സാബിന്റെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതായത് 33-ാമത്തെ അധ്യായമായിട്ടുള്ള അഹ്സാബിന്റെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്യുന്നവർക്ക്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങളുടെ പെർഫെക്റ്റ് റോൾ മോഡൽ, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാതൃക ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ട്. നമുക്കറിയാലേ, കുട്ടികളാവുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരാളെ അനുകരിക്കുന്ന ഒരു സ്വഭാവമുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞു മക്കളാവുമ്പോൾ അവര് മലർന്നു കിടന്ന് കളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവര് കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത്, എന്തിനേറെ പറയുന്നത്, വയറിനകത്ത് ഇരുന്നിട്ട് തന്നെ അവർ നമ്മുടെ ചലനങ്ങൾക്കനുസരിച്ച് അവർ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് അവർ അനങ്ങാറുണ്ട്. പിന്നെ ജനിച്ചു വന്നതിന് ശേഷം നമ്മുടെ ചുണ്ടനങ്ങുന്നതിനനുസരിച്ചിട്ട് അവര് ഓരോ ആക്ഷൻസ് കാണിക്കാറുണ്ട്. പിന്നെ അവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ, ആൺകുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് ആ വീട്ടിൽ ഉപ്പുള്ളതെങ്കിൽ അതേപോലെ ആ മക്കൾ അനുകരിക്കുന്ന കാണാം. വലിയ കുപ്പായൊക്കെ എടുത്തിട്ടിട്ട് കടയിൽ പോകുന്ന പോലെയൊക്കെ അവർ കളിക്കുന്ന കാണാം. അതേപോലെ പെൺകുട്ടികളാണെങ്കിലോ ഒരു സാരിയും അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ എടുത്ത് ഉമ്മയായിട്ട് അവര് അങ്ങനെ ആക്ട് ചെയ്യുന്ന കാണാം. അപ്പൊ എന്താണ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മാനസ് ഇമിറ്റേറ്റിംഗ് ക്രിയേച്ചർ ആണ്. അതായത് മനുഷ്യന് ഒരു അനുകരണ ശീലമുള്ളവരാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് ശരിക്കും എന്താണ്, നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കുട്ടികൾ അനുകരിക്കുന്ന സ്വഭാവമുള്ളവരായത് കൊണ്ട് തന്നെയാണ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലത് അവർക്ക് അനുകരിക്കാൻ കൊടുക്കണം. അതായത് ബെസ്റ്റ് പാരന്റിങ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കുട്ടികളെ മാതാപിതാക്കളെ, അതേപോലെ പിന്നീട് ഗുരുനാഥന്മാരെ, ടീച്ചേഴ്സ് ഒക്കെ അല്ലെ, എന്ത് പറഞ്ഞാലും അനുസരിക്കും. ചിലപ്പോ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ അവരുടെ ചില ടീച്ചർമാരെ വല്ലാണ്ട് ഇഷ്ടമായിരിക്കും. അവര് സാരി ഉടുക്കുന്ന പോലെ, അവര് വടിയെടുത്ത് നടക്കുന്ന പോലെ, അവരെങ്ങനെയാണോ അതേപോലെയൊക്കെ കുട്ടികൾ കാണിക്കുന്ന കാണാം. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴോ കലാകായിക രംഗത്തുള്ള ആളുകൾ അവരെ അനുകരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, ഓരോരുത്തരെ അനുകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ആരെയാണ് ഇവിടെ അനുകരിക്കേണ്ടത്? നമ്മൾ അനുകരിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്ക് അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നിട്ടുള്ളത്. ജീവിതത്തിന്റെ സർവ്വ മേഖലയിലേക്കും വേണ്ട മാർഗദർശനം ആ ഒരു ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിലും അത് നമുക്ക് ആപ്റ്റ് ആയിരിക്കും. എങ്ങനെ ഒരു നല്ല ഭർത്താവാം, എങ്ങനെ നല്ലൊരു പിതാവാം, എങ്ങനെ നല്ലൊരു നേതാവാം, എങ്ങനെ നല്ലൊരു ഗുരുനാഥനാവാം, എങ്ങനെ നല്ല ശിഷ്യനാവാം, എങ്ങനെ നല്ല ഭരണാധികാരിയാവാം, എങ്ങനെ നല്ല സൈന്യാധിപനാവാം,
ഏറ്റവും അവസാനം എങ്ങനെ ഏറ്റവും നല്ലൊരു മനുഷ്യനാവാം, അങ്ങനെ സമ്പൂർണ്ണ മാർഗദർശനം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകപ്പെട്ട മാർഗദർശനം എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ ആണ്. അതായത് അത് എക്കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലേക്കും അത് ആപ്റ്റാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും അത് സ്വീകാര്യമാണ്. അതേപോലെ തന്നെ ഏത് നാട്ടിലും ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് രൂപകൽപ്പന ചെയ്തു തന്നിട്ടുള്ളത്. അതിപ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കിയാലും അമേരിക്കയിൽ നിന്ന് നോക്കിയാലും ഇക്കാലഘട്ടത്തിൽ നോക്കിയാലും 2000 വർഷങ്ങൾക്ക് ശേഷം നോക്കിയാലും 1000 വർഷങ്ങൾക്ക് മുൻപ് നോക്കിയാലും 1400 വർഷങ്ങൾക്ക് ആ സമയത്ത് നോക്കിയാലും ഒക്കെ ഏത് സാഹചര്യത്തിനും ഏത് കാലഘട്ടത്തിനും ഫിറ്റ് ആവുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാഫത്തൽ ലിന്നാസ് റഹ്മത്തുൽ ആലമീൻ എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം. അപ്പൊ നിങ്ങള് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് നമ്മള് വിചാരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഇതുവരെ ശരിക്കും ഏത് രീതിയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, നമ്മൾ എന്തിനെ നമ്മൾ റോൾ മോഡൽ ആക്കിയാണ് നമ്മൾ ജീവിച്ചത്. ഇത്ര കാലമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ. കുട്ടികൾ ഏതെങ്കിലും ഇപ്പോ ഒരു പ്രഭാഷണം നടത്തുന്ന ഒരു പ്രാസംഗികനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വാള് പറയുന്ന ഒരു മതരംഗത്ത് ദഅവത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നെടുത്ത ചില ഭാഗങ്ങൾ, ഒന്നുകിൽ കുട്ടിയായിരുന്ന സമയത്ത് യതീമായിട്ട് വന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ചരിത്രം പറയുന്ന കേൾക്കാം, അല്ലെങ്കിൽ ഖദീജ ബി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടന്നതായിട്ട് കേൾക്കാം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർത്തിയ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി, പിന്നീട് 7 വാനലോകങ്ങളും പിന്നീട് അള്ളാഹിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ അത്ര ഭാഗങ്ങളാണോ പഠിക്കേണ്ടത്? അല്ല, ഒരിക്കലും അത്ര ഭാഗങ്ങളല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവചരിത്രം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇതേ രൂപത്തിലുള്ള ഒരു വ്യക്തിത്വം ലോക ചരിത്രത്തിൽ എവിടെങ്കിലും നമുക്ക് കാണാൻ സാധ്യമല്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയ ലോകത്തിലെ ഏറ്റവും പ്രബല മതമായിട്ട് പറയപ്പെടുന്ന ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ എന്താ പറയാ അവരവരുടെ റോൾ മോഡൽ ആക്കുന്നുണ്ട്. എന്താണ് ചില സന്ദർഭത്തിൽ ക്രൈസ്തവര് യേശുക്രിസ്തുവിനെ പ്രവാചകൻ എന്നുള്ളവിടത്ത് നിന്ന് മാറിയിട്ട് ചിലപ്പോഴൊക്കെ അവര് ദൈവമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവർ ദൈവമായിട്ടാണ് യേശുക്രിസ്തുവിനെ കാണുന്നത്. ജൂതരാണെങ്കിലോ യേശുക്രിസ്തുവിനെ നൗദുബില്ല അവര് വ്യഭിചാരപുത്രനായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മാത്രമാണ് ഇസ്ലാമിന് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മറ്റു പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനായിട്ട് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവാചകനായിട്ട് നമ്മൾ മാത്രമാണ് കാണുന്നുള്ളത്. അവര് റോൾ മോഡൽ ആക്കുന്ന ആ യേശു ക്രിസ്തു സത്യം പറഞ്ഞാല് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയില്ല. അതേപോലെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? ഒരു രാജ്യം ഭരിച്ചിട്ടില്ല. ജീവിതകാലത്ത് ഉടനീളം അദ്ദേഹം ഭരിക്കപ്പെടുന്നവനായിരുന്നു. അതുപോലെ തന്നെ വിവാഹ ജീവിതം നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നല്ലൊരു പിതാവും നല്ലൊരു ഭർത്താവും ആവുമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തരാന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുന്ന സന്ദർഭത്തില് അവസാനമായിട്ട് ലോകത്തിന് മുഴുവനായി വരാനിരിക്കുന്ന സർവ്വ മേഖലയിലേക്കും മാർഗദർശകനായി വരാനിരിക്കുന്ന ഒരു ദൂതനെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയായിരുന്നു ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദര പുത്രനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉപ്പാന്റെ സഹോദരന്റെ മകനായിട്ടുള്ള വറക്ക ഇബ്നു നൗഫൽ, അദ്ദേഹം ആ ഒരു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത പിന്തുടർന്നിരുന്ന എന്താ പറയാ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പണ്ഡിതനായിരുന്നു. ഹീബ്രു ഭാഷയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബൈബിള് അറബിയിലേക്ക് വിവർത്തനം ചെയ്തതും അതുപോലെ പരിശുദ്ധ ഖുറാനിന്റെ വാക്കുകൾ അല്ല. അപ്പൊ അദ്ദേഹമാണ് അങ്ങനെ അത്രയേറെ എന്താ പറയാ ആ ഒരു ഇതിൽ നിലനിന്നിരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു പോകുന്നത്.
അപ്പൊ ഈ ലോകത്ത് നമ്മൾ അറിയപ്പെടുന്ന ഏത് ആളുകളുടെ ചരിത്രം നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ അവർ റോൾ മോഡൽ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അവര് നമുക്ക് എന്ത് ചെയ്യാൻ അവരുടെ മറ്റൊരു ഭാഗം ഒരുപക്ഷെ അവരുടെ ജോലി കാര്യത്തിൽ അവർ നല്ല ഉഷാറായിരിക്കും. പക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ജീർണിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഏത് വലിയ ആളുകൾ എടുത്തു നോക്കുകയാണെങ്കിലും വാഴ്ത്തപ്പെട്ട ആരെ എടുത്തു നോക്കുകയാണെങ്കിലും അവർക്കൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മേഖലയിലേക്ക് നമുക്ക് നോക്കിയാല് അതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെപ്പോലെ വിചാരങ്ങളോടെ മജ്ജയും മാംസമുള്ള നമുക്കിടയിൽ ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കൾ അന്ന് സൂറ ഫുർഖാനിന്റെ 7-ാമത്തെ വചനത്തിൽ ശത്രുക്കള് വഖാലു മാലി ഹാദർ റസൂൽ എന്ന രീതിയിൽ, അതായത് ഇതെന്തൊരു ദൂതനാണ്, ഈ ദൂതൻ എന്താണ് ഇങ്ങനെ, ഇയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അങ്ങാടിയിലൂടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലെല്ലാം അവര് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് താക്കീതുകാരനായിട്ട് ഒരു മലക്കിനെ വിടാത്ത എന്നുള്ള രീതിയിലൊക്കെ അവര് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റോൾ മോഡലാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചരിത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതം അത് വെച്ചിട്ട് രൂപപ്പെടുത്താനാണെന്ന് പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. സുബ്ഹാനല്ലാഹ്, ഞാൻ സൊഹീഹ് ബുഖാരിയിൽ വായിച്ചൊരു ഹദീസിൽ കണ്ടു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന സമയത്ത് സലാത്ത് ചെല്ലാൻ ആരും പിശുക്ക് കാണിക്കണ്ട കേട്ടോ. അപ്പം എന്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുക അക്സറു മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, ഞാന് എന്നെ കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ ലോകത്ത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് പ്രവാചകരെ അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബിയെ ഞാൻ നിങ്ങളെയാണ് എന്റെ ശരീരം കഴിഞ്ഞ സ്നേഹിക്കുന്നത് പറഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞെന്താണ്, ലാ യാ ഉമർ, അങ്ങനല്ല ഉമറെ, എന്താണ് വേണ്ടത്? ലാ യുഅ്മിനു അഹദക്കും ഹത്താ യുഹിബ്ബുനി അക്സറു മിൻ നഫ്സിക, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഇന്നഹു അല, അപ്പൊ പറയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ശരീരം കഴിച്ചിട്ടല്ല, നിങ്ങൾക്ക് ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുന്നെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാനൊക്കെ എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? നമുക്ക് അങ്ങനെയാണുള്ളത്. നമുക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ആ ഒരു പ്രേമം, ആ ഒരു ഇഷ്ടം, ആ ഒരു ഹുബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ ഉള്ളത്? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ, അങ്ങനെയാണോ അല്ലേന്ന് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫൈനഹു അലാൻ, അങ്ങനെയാണെങ്കിൽ വല്ലാഹി ലാ അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അപ്പൊ പ്രവാചകരെ ഞാന് എന്നെക്കാൾ എല്ലാത്തിനേക്കാളും ഈ ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും ഹബീബായ നബിയെ ഞാൻ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ പറഞ്ഞ അതാണ് കറക്റ്റ്, അപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ വരെ പൂർത്തിയാവുള്ളൂ എന്ന്. അപ്പൊ ശരിക്കും നമുക്ക് നമ്മുടെ ഈമാനെ കുറിച്ച് ഒന്ന് നന്നായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ. എങ്ങനെയാണ് നമുക്കൊരാളോട് ഇഷ്ടം ഉണ്ടാവുക? അയാളെ കുറിച്ച് നമ്മൾ അറിയണ്ടേ, നമ്മളൊരാളിനെ സ്നേഹിക്കണ്ടേ. ഇപ്പൊ കുറച്ച് ആളുകളെങ്കിലും ഇപ്പൊ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കൊല്ലത്ത് വെച്ചിട്ട് എല്ലാരും കൂടിയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം കുറച്ചു പേരെങ്കിലും എന്താണ് ചില ആളുകളെങ്കിലും ഇപ്പൊ എന്നെ കാണുമ്പോൾ ഇതാണോ റംല മുഅല്ലിമയാണോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു, ആയിഷ മുഅല്ലിമയാണോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റിയത്? നമ്മളെ ഇടക്കിടക്ക് നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുന്നതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അപ്പൊ കുറച്ചെങ്കിലും ഒരു സ്നേഹം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? നമ്മൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഏത് രീതിയിലാണ് സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന് പറഞ്ഞാല് അവര് സ്വയം ജീവിതം നൽകിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടല്ലേ. അതിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തറിയാൻ വേണ്ടിയിട്ട് സാധിക്കും.
അത് പഠിച്ചിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അനുകരിക്കാനും സാധിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് എനിക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ട് എന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹം കടന്നു വന്നിട്ടുണ്ടോ? ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയൊരു സ്നേഹം യഥാർത്ഥത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിന്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്നേഹിക്കുമ്പോൾ അയാളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ജനിച്ചത്, മാതാപിതാക്കൾ ആരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ആരാണ്, എന്തൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, എല്ലാ കാര്യങ്ങളും എ ടു സെഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പോലും പറഞ്ഞിട്ടുണ്ടല്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന ആ പ്രവാചകനെ സ്നേഹിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഒരു സ്നേഹം കാരണം നമ്മൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാനുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം ഇത്ര കാലമായിട്ട് നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ ഇമാം തിർമിദി, അതായത് ഇസ്ലാമിക സമൂഹത്തിന് സ്വീകാര്യമായ പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് കുത്തുബു സിത്ത എന്ന് പറയുന്ന ആ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. അതില് സ്വഹീൽ ബുഖാരിയും സ്വഹീൽ മുസ്ലിമും കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമാണ് ഇമാം തിർമിദിയുടെ സുനനു തിർമിദി. അതില് അദ്ദേഹത്തിന്റെ പേര് തിർമിദി എന്ന് അറിയപ്പെടുന്ന ആ ഇമാമിന്റെ പേര് അബു ഈസ മുഹമ്മദ് ബിൻ ഈസ ബിൻ സൗറ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. സുനനു തിർമിദി പൂർത്തിയാക്കിയ സമയത്തെ, ആ ഗ്രന്ഥം പൂർത്തിയാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളാണ്. അതായത് മൻ കാന ഫി ബൈതിഹി ഹാദൽ ജാമിഅ ഫകഅന്നമാ ഫി ബൈതിഹി നബിയ്യു യതകല്ലം. അതായത് ഹബീബ്, നിങ്ങളുടെ കൂടെ ഈ ഒരു ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളോടൊപ്പം സംസാരിക്കുന്നവരായിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലുള്ള പോലെയാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത് വളരെ 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 സത്യമാണ്. എന്റെ കയ്യിൽ ആദ്യമായിട്ട് എനിക്ക് നബിചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കാണ് കിട്ടിയത്. 8 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ബുക്ക് കിട്ടുകയുണ്ടായി. ആ ബുക്കിനകത്ത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാളാണ് കേട്ടോ. അത് ഈ ആധുനിക സീറ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണത്. ആ ബുക്ക് എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ അത് ബുക്ക് എടുക്കും, വായിക്കും. എന്നിട്ട് അതിന്റെ പറഞ്ഞ ഭാഷകളൊന്നും എനിക്ക് അത്ര ഇങ്ങോട്ട് പിടുത്തം കിട്ടൂല. അപ്പൊ ഞാനത് അവിടെ, നമുക്കിങ്ങനെ എളുപ്പത്തിലാണ് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പൊ ഞാനത് അവിടെ തന്നെ വെക്കും. അങ്ങനെ എന്താ പറയാ, അത്രയൊരു ഇതായത് കൊണ്ടല്ല, പക്ഷെ എന്നിരുന്നാലും എനിക്കത് പിടുത്തം കിട്ടൂല, ഞാൻ അവിടെ വെക്കും. പിന്നെ ഞാനത് എടുത്തു നോക്കും, പിന്നെ ഞാനത് അവിടെ വെക്കും. അങ്ങനെ പിന്നെ സുഖമില്ലാണ്ടായ സമയത്ത്, കോവിഡ് ഒക്കെ വന്ന സമയത്താണ് ആ ബുക്കിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കുന്നത്. ആ സമയത്താണ് ആ ബുക്ക് പഠിച്ചിട്ട് ഇന്ന് എന്റെ കയ്യില് ഈ ഒരു 8 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ എന്റെ കയ്യില് സ്വഹീൽ ബുഖാരി, അതുപോലെ തന്നെ സുനൻ തിർമിദി, റിയാദു സ്വാലിഹീൻ മുതലായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒരു വിധം ബുക്കുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. കാരണം അതൊന്നും വായിച്ചാലും നമുക്ക് എന്താവൂല, നമുക്ക് അതിങ്ങനെ വായിക്കും തോറും നമുക്ക് എന്താണ്, ഒരു സംശയം പിന്നെ നമുക്ക് ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതായത് കേട്ടിട്ടില്ലേ, ഒരാള് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കാം. അതായത് ദുൽഹജ്ജ് 10ന്റെ ആദ്യത്തെ 10 ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, അതിൽ നോമ്പ് നോൽക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ, ഹജ്ജ് കർമ്മത്തെക്കുറിച്ച്, ബലികർമ്മത്തെക്കുറിച്ച്, ഓരോ കാര്യങ്ങൾ, നോമ്പിനെ കുറിച്ച്, അതുപോലെ തന്നെ സക്കാത്ത്, എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട് അല്ലേ. റമദാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് രീതിയിലാണ് സക്കാത്ത് കൊടുക്കേണ്ടെന്ന രീതിയിൽ നമുക്ക് സംശയങ്ങളാണ്. ഈ വക സംശയങ്ങളല്ല, ഇതുപോലെ ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ നമുക്ക് സംശയം ഉണ്ടാവില്ല. കാരണം നമുക്ക് ആ ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, ആ ബുക്ക് നമ്മൾ മറിച്ചു നോക്കിയാൽ മതി. അതിനകത്തുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, A to Z കാര്യങ്ങൾ. അതായത് നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്ന് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം കൊണ്ട് ഒരു പ്രവാചക ചരിത്ര ഗ്രന്ഥം, എത്രയോ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇത് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇല്ലെങ്കിൽ നമ്മുടെ ആ സ്നേഹത്തിന് ഒരു പോരായ്മയില്ലേ, ഒരു കുറവില്ലേ, എന്തോ ഒരു കുറവില്ലേ നമുക്ക്. എത്ര മക്കൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, എത്ര ഭാര്യമാരായിരുന്നു, എങ്ങനെയാണ് ഇവരെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഈ ഭാര്യമാരെ കൂട്ടാനുണ്ടായ കാരണം എന്താണ്?
ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള ആളുകള് തെറ്റിദ്ധരിച്ചവരും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവരുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? അതിനെങ്ങനെയാണ് നമുക്ക് തടയിടാൻ വേണ്ടിയിട്ട് പറ്റുക? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാലല്ലേ നമുക്ക് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജീവിതം നമ്മൾ അറിയും തോറും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്നേഹിക്കും തോറും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെയാണ്. അതായത് ഇതിങ്ങനെ എന്താ പറയാ, നമുക്കിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങൾ അറിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എത്ര സ്നേഹിക്കുന്നോ അത്രയും നമ്മൾ അറിയും, എത്ര അറിയുന്നോ അത്രയും നമ്മൾ സ്നേഹിക്കും. അതാണ് ഒന്നാമത്തെ കാരണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമുക്ക് കൂടുമെന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് എന്താണ് നബി ചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു നേട്ടം എന്താണ്? പരിശുദ്ധ ഖുർആന് നമുക്ക് അടുത്തറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കും തോറും നമ്മള് പരിശുദ്ധ ഖുർആൻ അടുത്തറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് തന്നെ ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആൻ എന്നായിരുന്നു. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ തഫ്സീർ എന്ന് പറഞ്ഞാല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സൂറ കലമില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഇന്നക അലാ ഖുലുഖിൻ അളീം, അതായത് നിങ്ങൾ ഉത്തമ സ്വഭാവത്തിലാണ്, നിങ്ങൾ നല്ല സ്വഭാവത്തിന് ഉടമയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം നമ്മൾ അറിയണ്ടേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് നമ്മൾ അറിയണ്ടേ? അങ്ങനെ അള്ളാഹു എന്തിനാണ് വിശേഷിപ്പിച്ചതെന്ന് അറിയണമെങ്കിൽ ആ ജീവിതം നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിനെ ദുർവ്യാഖ്യാനം നടത്തുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി ചരിത്രം പഠന വിധേയമാക്കുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം അതാണ്. അതായത് പരിശുദ്ധ ഖുർആനിലെ ആദ്യമായിട്ട് അവതരിപ്പിച്ച വാക്കുകൾ ഉള്ള സൂറ 96-ാമത്തെ അധ്യായം, അതായത് സൂറ അലക്കിലെ എന്താണ് അബുദനിത അറായത്തല്ലദീ യൻഹ അബുദനിദ സൊല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആയത്തുകൾ അവതരിപ്പിച്ച ആ ഒരു സന്ദർഭം ഏതാണെന്ന് നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് നമസ്കരിക്കുന്ന നമസ്കാരത്തിലിരിക്കുന്ന എന്റെ അടിമയെ ശല്യപ്പെടുത്തുന്നവരെ പറഞ്ഞിട്ട് കുടുമ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി നരകത്തിലിടുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് എന്തിനാണ് നമുക്ക് മനസ്സിലാണ്. അബൂജഹലിന്റെ ആ ഒരു അക്രമ സമയത്താണ് ആ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ളുഹായെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ സൂറത്തുൽ ളുഹായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇല്ല ഞാൻ നിങ്ങളെ വെറുത്തിട്ടില്ല, നിങ്ങളോട് ഞാൻ കോപിച്ചിട്ടില്ല. റബ്ബുക വമാ ഖല, അതായത് നിങ്ങളെ ഞാൻ വെറുത്തിട്ടില്ല, നിങ്ങളോട് ഞാൻ കോപിച്ചിട്ടില്ല എന്ന് പറയുമ്പോ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ അറിയണ്ടേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതത്തിൽ ഒരിക്കല് ഇൻഷാ അല്ലാഹ് പറയാതെ ഇരുന്ന ആ ഒരു സന്ദർഭത്തില് പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്ന ആൺസന്താനങ്ങളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അബൂലഹബ് വാലറ്റു പോയവനാണ്, കുലം മുടിഞ്ഞു പോയവനാണ്. പിന്നെ അതേപോലെ തന്നെ അള്ളാന്റെ ആ ഒരു വഹി കുറച്ച് നാൾ നിലച്ചപ്പോ, ഇൻഷാ അല്ലാഹ് പറയാൻ നേരം വൈകിയതിന്റെ പേരില് കുറച്ച് നാൾ വഹി നിലച്ച സമയത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിട്ടു എന്ന് പറഞ്ഞ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ല പ്രവാചകരെ, ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, നിങ്ങളെ വെറുത്തിട്ടില്ല. അതായത് പരിശുദ്ധ ഖുർആനിലൂടെ ഇത് പറയുമ്പോൾ അത് ജനറൽ ആയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നബിയെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ സാഹചര്യത്തിലാണ് അത് നമ്മളോടും കൂടിയുള്ള ഒരു വാക്കാണ്, നമ്മളോടും കൂടിയുള്ള താക്കീതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കോപിച്ചിട്ടില്ല, വെറുത്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അതേപോലെ തന്നെ സൂറ ഫത്തഹ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഹുദൈബിയ സന്ധി എന്താണെന്ന് നമ്മൾ അറിഞ്ഞാലാണ് സൂറ ഫത്തഹ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ യുദ്ധം മുതലുമായിട്ട് സൂറ അൻഫാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് യുദ്ധം മുതലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ സംഭവങ്ങൾ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതില് ആ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് എന്താണ് അതിന്റെ ആ ഒരു ഡെപ്ത് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സൂറ ബക്കറയിൽ ആ 2-ാമത്തെ ജുസ് ആരംഭിക്കുന്നത് മുതൽ 2 പേജോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അത് എന്താണ് പറയുന്നത് നമ്മൾ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നുള്ള ആ ഒരു സംഭവം എന്താണ് നമ്മൾ അറിയണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിച്ചിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും മസ്ജിദുൽ ഹറാമിൽ
ഹറാമിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നിർമ്മിച്ച അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയ ആ ഒരു പള്ളിയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അത്രയും ആഗ്രഹം ഉണ്ടായിക്കൊണ്ട് അവസാനം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് നോക്കിയ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, നിങ്ങളെ മുഖത്തിന്റെ ആ ഒരു കദ്നറ തഖല്ലുബ വജ്ഹക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പിന്നെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയത് ഞാൻ കണ്ടു, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ വേണ്ടി പറയുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നന്നായിട്ട് പഠിച്ചാലല്ലേ ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? നമ്മുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ജീവിച്ച് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സംരക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞെന്താണ്? തറക്തു ഫീക്കും അംറൈൻ, അതായത് ഞാനിവിടെ രണ്ട് കാര്യങ്ങള് വിട്ടുകൊണ്ടാണ് പോകുന്നത്. ഒന്നെന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും, രണ്ടാമത്തെ എന്താണ്? പരിശുദ്ധ ഖുർആനും. അത് രണ്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴിപഴക്കൂല എന്നാണ് പറഞ്ഞത്. അത് അതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മള് അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് ലോകത്തിൽ കാണുന്ന അക്രമങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ ശരിക്കും നമുക്ക് ദഅവത്തിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ആ ജീവിതം കണ്ടുകൊണ്ടാണ് ഓരോ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ജീവിതം കണ്ടതുകൊണ്ടാണ്, ആ ക്ഷമ കണ്ടതുകൊണ്ടാണ്. ഇത്ര അക്രമങ്ങൾ നടക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് ഇത്രയും ക്ഷമ? അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സത്യവിശ്വാസിയെ ഒരിക്കലും തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം എന്താണ്? അവനെ കൊന്നു കളഞ്ഞാല് അവൻ ശുഹദാണ്, ഷഹീദാണ്. അവനെ ജീവിക്കാൻ വിട്ടു കഴിഞ്ഞാൽ എന്താണ്? അവൻ അള്ളാഹിൽ റുജുവായിട്ട് അള്ളാഹിൽ തവക്കുലായിട്ട് ജീവിക്കുന്നവനാണ്. അവന് മുറിവ് സംഭവിച്ചു, അവനെ മർദ്ദിച്ചാൽ എന്താണ്? മർദ്ദിതന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അപ്പൊ തന്നെ ഉത്തരം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് പരാജയപ്പെടുത്താൻ സാധിക്കുക? ഇതെന്താണെന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. അപ്പോ ഇത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചതുപോലെ മറ്റൊരു ജീവിതം മനുഷ്യ ചരിത്രത്തില് സംരക്ഷിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂല. ഇന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നിരവധി സംവിധാനങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അക്കാലഘട്ടത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് കടലാസോ പേനയോ ഒന്നും ഇല്ലാത്ത അക്കാലഘട്ടത്തിൽ എല്ലിലും തോലിലും കല്ലിലും ഒക്കെയാണ് അവർ എഴുതി വെച്ചിരുന്നത്. എന്നിട്ട് പോലും അത് ഈ പ്രകാരത്തിൽ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റാരാണ് സംരക്ഷിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോ ശേഷോ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട്. ആരുടെയും ജീവിതം ഇതുപോലെ സംരക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂല. അതായത് എത്രത്തോളം സംരക്ഷിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഹദീസ് പരിശോധിക്കുന്ന സമയത്ത് എത്ര മുടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ എത്ര മുടിയാണ് നരച്ചതെന്ന് പോലും അതിൽ കാണാൻ സാധിക്കും. അതായത് ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ശരീര പ്രകൃതി മുതൽ ആ ഒരു നാടിന്റെ ഭരണകർത്താവായത് വരെയുള്ള സംഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണ്? അത് അങ്ങനെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് അതിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതവുമായിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമുക്ക് നോക്കി കാണാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന ഗ്ലാസ്സിലൂടെ വേണം നമ്മൾ നോക്കി മനസ്സിലാക്കാൻ. അപ്പോഴാണ് നമുക്കത് വല്ലാത്തൊരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്, വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ലോകത്തുടനീളമുള്ള മുഴുവൻ വിശ്വാസികൾക്കും ആ ഒരു ജീവിതം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അനാഥത്വം കൊണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, അനാഥരായത് കൊണ്ട് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് തന്നെ 6 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ഉമ്മയും ഉമ്മാന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഉപ്പയും നഷ്ടപ്പെട്ടിട്ടുള്ള യതീമായിട്ടുള്ള ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യതീമായതിന്റെ പേരിൽ നമുക്ക് പ്രയാസം വരുന്നുണ്ടെങ്കിൽ ആ ജീവിതം നമുക്കൊരാശ്വാസം നൽകുകയാണ്. അതേപോലെ ഒരു മക്കൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമുക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മക്കളിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരുടെയും ഖബറിന്റെ മുകളിൽ മണ്ണ് വാരിട്ട് പോയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു എന്താ പറയാ, നമുക്കതൊരു മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് ഒരു ആശ്വാസമാണ്. അങ്ങനെ ഒരു സന്താനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മുടെ വിശ്വാസത്തില് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് പ്രതീക്ഷ നൽകുകയാണ്. അല്ലെങ്കിൽ ഒരു ഇണ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഭാര്യയോ ഭർത്താവോ ആരും ആയിക്കൊള്ളട്ടെ,
നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നമ്മളൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയ പത്നി ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അടക്കം നിരവധി ഭാര്യമാരെ നഷ്ടപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അതുപോലെ തന്നെ സത്യം സ്വീകരിച്ചതിന്റെ പേരിൽ അകാരണമായിട്ട് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പീഡനം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, സ്വന്തം ഗോത്രത്തിന്റെ പീഡനമേറ്റ് നാട്ടിൽ നിന്ന് ബഹിഷ്കരണം നേരിടേണ്ടി വന്ന നബിചരിത്രം നമുക്ക് താങ്ങും തണലുമായിട്ട് മാറുകയാണ്. സുഖത്തിലും ദുഃഖത്തിലും എല്ലാം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അങ്ങേയറ്റം നമുക്ക് പ്രതീക്ഷ നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തില് മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം നൽകിക്കൊണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അമാനുസബിത്ത് ബിഹിഫു ആദൻ, അതായത് നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകാൻ വേണ്ടി, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ധൈര്യം നൽകാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് മറ്റു പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം നൽകാൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പലായനം ചെയ്യേണ്ട ആ ഒരു അവസ്ഥയിലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതീക്ഷ നൽകുന്നത്. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് തന്നുകൊണ്ട് യൗമുൽ ഖിയാമ വരെയുള്ള വിശ്വാസികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെന്താണ്, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാല് അത് ഒരു അത്ഭുതമാണ്. നിരവധി മോജിസത്തുകൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചന്ദ്രനെ പിളർത്തുക, അതേപോലെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു മഹാ അത്ഭുതമാണ്. സെക്കൻഡിന്റെ ശബ്ദം കേൾക്കാലോ അല്ലെ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ? ഒന്ന് ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അൽഹംദുലില്ലാ. കുറച്ചു നേരം കേൾക്കാതായോ? എവിടെയെങ്കിലും ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു, നിന്ന് പോയിട്ടുണ്ടായിരുന്നു എവിടെങ്കിലും? ഇല്ലല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ എന്താണ്? അത് വലിയൊരു അത്ഭുതമാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചിട്ട്, അതായത് പല സ്ഥലത്തും സീറ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല സ്ഥലത്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന സമയത്ത്, അതായത് ഹിജ്റ പോകുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി, ഒന്നും കുടിക്കാൻ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം എല്ലാം തീർന്നു പോയ സമയത്ത് ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു ആളുടെ റളിയല്ലാഹു അൻഹ, പിന്നീട് അവർ ദീനിലേക്ക് കടന്നു വരുന്നുണ്ട്, അവരുടെ അടുത്ത് പോയിട്ട് ഒരു കറവ ഇല്ലാത്തൊരു ആടിനെ കറന്ന് ഇഷ്ടംപോലെ പാൽ അവരെല്ലാവരും കുടിക്കുന്നു. അതുപോലെ പല 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 സംഭവങ്ങൾ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച മോജിസത്തുകളാണ്. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയിട്ട്, അതെല്ലാം നമ്മൾ എന്താ പറയാ, അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ, അതായത് അറേബ്യൻ ഉപദ്വീപില് അത് എഴുത്തും വായന അറിയാത്ത ഒരാള് 40 വയസ്സിന് ശേഷം എന്താ പറയാ, ആ സമൂഹത്തിൽ ഏറ്റവും വലിയ ബുദ്ധിജീവികളെ പോലും ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ, അമ്പരപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. അതുവരെ അറേബ്യൻ ഉപദ്വീപിന് പുറത്തുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന ആ ചരിത്രങ്ങൾ, അതായത് അസ്ഹാബുൽ കാഫിങ്ങളുടെ ആ ചരിത്രം, അതേപോലെ തന്നെ എന്താ പറയാ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെക്കാൾ നന്നായിട്ട്, അവർക്ക് അറിയാവുന്നവരെക്കാൾ നന്നായിട്ട്, അക്കാലഘട്ടത്തിൽ ജീവിച്ചവരെക്കാൾ നന്നായിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയുന്നത്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതെല്ലാം നൽകുന്നത്. അതായത് അസ്ഹാബുൽ കാഫിങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ കുറച്ച് 6 7 അല്ലെങ്കിൽ 5 6 7 ആളുകൾ ഗുഹയിലേക്ക് പോയി താമസിച്ചു. 300 വർഷങ്ങൾക്ക് ശേഷം അവരിറങ്ങി വന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതായത് ഇസ്ലാമിന്റെ ശത്രുക്കളുള്ള സമയത്ത് അവരിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കിക്കളഞ്ഞു. പിന്നീട് അവരെന്ത് ചെയ്തു? പുറത്തു വന്ന സമയത്ത് 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അവിടെ എല്ലാം ഇസ്ലാമിന്റെ ആ ഒരു ഇതായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു വിശ്വാസം അവിടെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്.
ഇത്ര കാര്യങ്ങൾ മാത്രമാണ് അക്കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ജനങ്ങൾക്ക് അറിയുന്നതെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവര് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന സമയത്ത്, അവരെ തിരിച്ചും മറിച്ചും കിടത്തിയ സമയത്ത്, അതുപോലെ തന്നെ മറിയം സലാമുൻ അലൈഹി അവരുടെ മുൻപിൽ വന്ന പാത്രങ്ങളിൽ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ അവരുടെ മുന്നിൽ വന്നതും, അവർ ഗർഭിണിയാണെന്നറിഞ്ഞ് അവർക്ക് ഒരു ആൺകുട്ടിയെ നൽകാൻ വേണ്ടി പോവുകയാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ച സമയത്ത് ഞാൻ ഭൂമി പിളർന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു എന്നുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, പ്രവാചകരെ, അങ്ങനെ മറിയം സലാമുൻ അലൈഹി അവർ ചിന്തിച്ച സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ലല്ലോ, ഞാനല്ലേ നിങ്ങൾക്ക് പറഞ്ഞത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ അത് തന്നെ എന്താണ് ഏറ്റവും വലിയ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അതെല്ലാം അവിടെയുള്ള ആളുകൾക്ക് പോലും അറിയാവുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അതിന്റെ സൂക്ഷ്മ തലങ്ങളെ പോലും ഒപ്പിയെടുക്കുന്ന രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു അക്ഷരം അറിയാത്ത നിരക്ഷരനായിട്ടുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റിയത്? അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളുടെ കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിദ്യ അഭ്യസിച്ചതായിട്ടൊന്നും ആർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായന അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ തന്നെ അതുപോലുള്ളൊരു വിജ്ഞാന സ്രോതസ്സൊന്നും മക്കയിൽ ഉണ്ടായിരുന്നില്ല. ഈ രൂപത്തിലുള്ള ഒരു സമൂഹത്തിനെ കേവലം 23 വർഷക്കാലം കൊണ്ട് ഏറ്റവും ഉന്നത സമൂഹമായിട്ട് മാറ്റിയെടുക്കുകയാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാലഘട്ടത്തിലുടനീളം ചെയ്ത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാലഘട്ടത്തിലുടനീളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച തുല്യതയില്ലാത്ത ആത്മവിശ്വാസത്തിന്റെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നത് എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് ജീവിതകാലത്തും അതിന് ശേഷമായിട്ടും അതേപടി പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് സുറാക്ക എന്ന് പറയുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഖുറൈശികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല കൊടുക്കുകയാണെങ്കിൽ 100 ഒട്ടകങ്ങളെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോ ഏറ്റവും വലിയ ഇത് കിട്ടും എന്നുള്ള ഇതിൽ സുറാക്ക എന്ത് ചെയ്യാണ്, സുറാക്ക ബിൻ മാലിക് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുകയാണ്. എന്നിട്ട് അവസാനം തിരിഞ്ഞു 2-3 പ്രാവശ്യം കുതിരയുടെ കാല് ആ മരുഭൂമിയിൽ ആണ്ടുപോയപ്പോ സുറാക്കക്ക് മനസ്സിലാവാണ് ഇത് അള്ളാഹുവിന്റെ സംരക്ഷണം, ഇവർക്ക് പിന്നീട് മുന്നിൽ ഒരു വലിയൊരു മേഘപടലം വന്നിട്ട് അവർ തമ്മിൽ മറക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നു പോലില്ല, പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, എന്നെ രക്ഷിക്കണം, ഞാൻ ഇങ്ങനെ വന്നതാണെന്ന് പറഞ്ഞ സമയത്ത് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, കിസ്റയുടെ 2 വളകൾ കയ്യിലിട്ടാൽ എങ്ങനെ ഉണ്ടാവുന്നു? സുബ്ഹാനല്ലാഹ്. അതായത് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ പോലും നിവർത്തിയില്ലാണ്ട് അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാലായനം ചെയ്യുന്ന സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിസ്റ എന്ന് പറഞ്ഞ പേർഷ്യ റോം സാമ്രാജ്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലഘട്ടത്തിൽ അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ സാമ്രാജ്യത്തിന്റെ ആ ചക്രവർത്തിയുടെ വളയാണ് കയ്യിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചത്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ കിസ്റ കീഴടക്കിയിട്ട് ആ കിസ്റയുടെ വളകള് സുറാക്ക അന്ന് പ്രായം വന്ന് 90 വയസ്സിലധികം പ്രായമുള്ള സുറാക്കയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാലഘട്ടത്തിൽ പറഞ്ഞത് അക്കാലഘട്ടത്തിലും പിന്നീടുമായിട്ട് അതെല്ലാം പുലരുന്നതായിട്ട് കാണാനാണ് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി വിപ്ലവകാരികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ലോകത്ത് ആകമാനം വന്നിട്ടുണ്ട്. അവർ കൊണ്ടുവരുന്ന വിപ്ലവങ്ങളും പരിഷ്കരണങ്ങളും എത്ര വലിയ വിപ്ലവവും പരിഷ്കരണം കൊണ്ടുവന്നാലും ആ സമൂഹത്തിന്റെ അടിസ്ഥാന ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. ആ അടിസ്ഥാന ജീവിതം അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയം എന്ന് പറഞ്ഞാല് അവരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങളെ പോലും പരിവർത്തിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്. അതായത് മദ്യം കൊണ്ട് ആറാടിയിരുന്ന ജാഹിലിയത്തിൽ, അതായത് അവർക്ക് എന്താണ് ഒരാൾ തന്നെ ഒരു സ്ത്രീ 10-ലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭർത്താവുള്ള ഒരു സ്ത്രീനെ തന്നെ 10-ലധികം ആണുങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുക, എന്നിട്ട് ഏറ്റവും നല്ല കുലത്തിൽപ്പെട്ട ആളുടെ, അഥവാ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ല കുലത്തിൽപ്പെട്ട ആളുടെ കുട്ടിയാണെന്ന് പറയുന്ന സമ്പ്രദായം, ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടം. അതുപോലെ എന്താ പറയാ, പച്ചക്ക് വ്യഭിചാരമൊക്കെ നടന്നിരുന്ന, പരസ്യമായിട്ട് ഒരു ഇതില്ലാണ്ട് അങ്ങനെ നടന്നിരുന്ന ചൂതാട്ടവും പലിശയും കൊള്ളയും കൊലയും എല്ലാം, ഒരു ഒട്ടകത്തിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥ, അങ്ങനെ ഉണ്ടായിരുന്ന അവരുടെ ആ സൂക്ഷ്മ തലങ്ങളെപ്പോലും അവരുടെ ജീവിതത്തിൽ, അതായത് അവര് മദ്യം അങ്ങോട്ട് ഒഴുക്കി കളയാണ്, വേണ്ടാന്ന് വെച്ചിട്ടാണ്ട് അത് എന്റെ റബ്ബ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവരുടെ അങ്ങോട്ട് ഒഴുക്കി മാറ്റുകയാണ്. അത് സുബ്ഹാനല്ലാഹ്. അവരുടെ അകവും പുറവും കഴുകിയിട്ട് ലോകത്ത് ഏറ്റവും ഉന്നത ജനതയായിട്ട് മാറ്റാൻ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സാധിച്ചു.
മഹാനായ ഒരു പണ്ഡിതൻ ഇബ്നു ഹസം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അത്ഭുതവും കാണിക്കാതെ ആ ജീവിതം മാത്രമാണ് നമുക്ക് തന്നിരുന്നെങ്കിലും അതന്നെ സത്യപ്രവാചകനാണെന്നുള്ളതിന്റെ ഒന്നാം തര തെളിവായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ പ്രവാചകന്റെ, ഇത്രയേറെ മഹത്വങ്ങളുള്ള പ്രവാചകന്റെ ഖൈറു ഉമ്മത്താണ് നമ്മൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അല്പം ഒരു ലജ്ജ തോന്നുന്നില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും പഠിക്കാതെ, മനസ്സിലാക്കേണ്ടതൊന്നും മനസ്സിലാക്കാതെ, നിരവധി സംശയങ്ങളും നമ്മൾ എന്തൊക്കെയോ അനാചാരങ്ങളും, ആയവർ ചെയ്യുന്ന ആചാരങ്ങളും, അതുപോലെ തന്നെ ശപിക്കപ്പെട്ടവർ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കലർത്തിയിട്ട് ജീവിക്കുന്ന നമുക്ക് ഒരല്പമെങ്കിലും ഒരു ലജ്ജ ഇപ്പൊ നമുക്ക് തോന്നുന്നില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കാത്തത് വളരെ വലിയ നഷ്ടമായി പോയി നമുക്ക് തോന്നുന്നില്ലേ? അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണം എന്ന് പറയാനുള്ള കാരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അടുത്തറിയുന്നതോടൊപ്പം അതേപോലെ തന്നെ നമ്മൾ ഇനി അഞ്ചാമതായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അറിയുന്നതോടൊപ്പം തന്നെ നമുക്ക് നബിയുടെ അനുചരന്മാർ, അതായത് അത്രയും എന്താ പറയാ, ഖൈറുന്നാസിൽ ഖർനൈൻ പറയപ്പെടുന്ന അത്രയും നല്ല, ഏറ്റവും നല്ല, ലോകത്ത് ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യരുടെ ചരിത്രം കൂടി നമുക്ക് അതിലൂടെ പഠിക്കാൻ പറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും നല്ലൊരു തലമുറ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുതലായിട്ടുള്ള ആയിരക്കണക്കിന് ശ്രദ്ധേയരും വിശുദ്ധരുമായിട്ടുള്ള ആളുകളെ നമുക്ക് ഈ കൂട്ടത്തിൽ പരിചയപ്പെടാൻ പറ്റും. ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള അവരെയും കൂടിയാണ് നമ്മൾ ഇതോട് കൂടിയിട്ട് അടുത്തറിയുന്നത്. അവരുടെ ഹൃദയവിശുദ്ധി, അവരുടെ ത്യാഗസന്നദ്ധത, അവർ കാണിച്ച ക്ഷമ, അതൊക്കെ നമ്മൾ സീറയുടെ പഠനത്തിലൂടെ അടുത്തറിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിച്ചൊരു സ്നേഹം, അതൊക്കെ വായിച്ചറിയുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാവും. അവരോടും കൂടി നമുക്കൊരടുപ്പം വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് അവർക്ക് മാത്രം ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾക്ക് കൂടി ചെയ്യേണ്ട. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്റെ ഒരു കൂട്ടം സഹോദരങ്ങൾ വരാനുണ്ട് എന്ന്. അപ്പൊ അവര് ചോദിക്കുകയാണ്, ഞങ്ങളല്ലേ അത് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ, അല്ല, നിങ്ങളല്ല, നിങ്ങളെക്കാൾ, നിങ്ങൾ എന്നെ കണ്ട് എന്റെ കൂടെ ജീവിക്കുന്നവരല്ലേ, എന്നെ കാണാതെ എന്റെ വാക്കുകൾ പിൻപറ്റുന്ന വരാനിരിക്കുന്ന ഒരു തലമുറ ഉണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്, അതിൽ പെട്ടവര് നമ്മളെല്ലാവരുമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണ്ടേ? അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് 6 വയസ്സായ ആയിഷ ബി റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം, അല്ലെങ്കിൽ നമുക്ക് സംശയമാവും. 6 വയസ്സായപ്പോ കല്യാണം കഴിച്ചു, എന്തപ്പോ അത് അങ്ങനെ എന്നുള്ള സംശയം നമുക്കുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യും? നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സംഭവം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയണം. നമ്മൾ സ്വന്തം ജീവനേക്കാൾ നബിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് എന്താ പറയാ, പിന്നെ കണ്ണുനീർ ഓർക്കുകയും അതിന്റെ പേരിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് എല്ലാ സമയത്തും ഒരു സെക്കൻഡ് പോലും എന്താ പറയാ, ഇടതടവില്ലാണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ലോകത്താകമാനം മുഴങ്ങി കേൾക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാവരും ഓർക്കുകയാണ്, എല്ലാവരും സ്നേഹിക്കുകയാണ്, എല്ലാ സത്യവിശ്വാസികളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണ്. ആ മണ്ണിൽ പോയിട്ട്, ആ മദീനയില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിയിറങ്ങുന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് കണ്ണീരൊഴുക്കാതെ പോരുന്ന സത്യവിശ്വാസി കാണൂല. അത്രയേറെ നമ്മള് എന്താ പറയാ, നമ്മൾ അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത്രയേറെ വിമർശനങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതായത് അവര് പഠിച്ചു വന്നവര് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം അറിഞ്ഞിട്ടും തെറ്റിദ്ധരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോ ആ തെറ്റിദ്ധരിക്കുന്നവർക്ക് സത്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിത് പഠിക്കണോ പഠിക്കണ്ടേ? നമ്മൾ പഠിച്ചാലല്ലേ നമുക്ക് അവരെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ, അവർ പറയുന്നതിന് തടയിടാൻ പറ്റുള്ളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ, നമ്മുടെ ബാപ്പാൻ, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളെ പറ്റിയിട്ട് മറ്റുള്ളവര് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുവോ? നമ്മൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവർക്ക് നേരെ വിരല് ചൂണ്ടിക്കൊണ്ട് നീക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് അവരെ അറിയാൻ പറ്റും, അതുകൊണ്ടാണ്. അതിനേക്കാൾ നന്നായിട്ട് നമ്മൾ അറിയണ്ടേ ലോകത്ത് മറ്റെന്തിനേക്കാൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കുക.
അപ്പോഴല്ലേ നമ്മൾ ഇങ്ങനെ ആരോപണങ്ങൾ നടത്തുന്നവർക്കെതിരെ അക്രമം അഴിച്ചുവിടലല്ലോ വേണ്ടത്. അപ്പൊ അവരുടെ ആരോപണങ്ങൾ സത്യസന്ധമാണെന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു എന്നാ പോയിട്ട് അയാളുടെ കൈവെട്ടാം. അങ്ങനെയല്ലല്ലോ ചിന്തിക്കണ്ടേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനല്ല, അതിതാണ് സത്യം എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സത്യസന്ധമായി തെറ്റിദ്ധരിക്കുന്നവരുടെ തെറ്റിദ്ധാരണ മാറ്റൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ പ്രതികരണം ഒരിക്കലും എന്താവരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളാണെന്ന് പറയിക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിട്ട് അതിനുള്ള തെളിവായിട്ട് മാറരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ ദൈവദൂതനാണ്, അള്ളാഹിന്റെ കാരുണ്യം ഏറ്റുവാങ്ങിയ പ്രവാചകനാണ് എന്ന് അവര് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനനുസരിച്ചിട്ട്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പുതിയൊരു വീട് വെച്ചിട്ട് പോവുകയാണ്, അവിടെയുള്ള അയൽവാസികളൊക്കെ എല്ലാവരും അമുസ്ലിങ്ങളാണ്, എല്ലാവരും കുറച്ച് ശത്രുതാ മനോഭാവത്തോടെ കാണുകയാണെങ്കിലും അവരുടെ എല്ലാവരുടെ സ്വഭാവം മാറ്റിയിട്ടല്ല നമ്മൾ അവിടെ പോയി നിൽക്കേണ്ടത്. നമ്മൾ അവിടെ പോയി ഏറ്റവും നല്ല മനുഷ്യനായിട്ട് ജീവിച്ചാൽ ആ ശത്രുക്കളെല്ലാം നമ്മുടെ മിത്രങ്ങളായിട്ട് മാറും. അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പോയിട്ട് 52ഓളം പാരഗ്രാഫ് വരുന്ന ആ ഒരു മദീനൻ ചാർട്ടർ തയ്യാറാക്കിയ സമയത്ത് അതിൽ പറഞ്ഞത്, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിങ്ങളല്ല ഉണ്ടായിരുന്നത്, അമുസ്ലിമായിട്ടുള്ള അയൽവാസികളായിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വഹാബാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മദീനയിലെത്തിയ സമയത്ത് ബദറിന്റെ രണാങ്കണത്തിൽ അബൂജഹൽ ലാനഉള്ളയെ വധിക്കാൻ വേണ്ടിയിട്ട് 2 ചെറിയ കുട്ടികൾ വരാൻ കാരണം അത് തന്നെയാണ്. അതായത് മക്കയിൽ വെച്ചിട്ട് അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ചതും ആക്രമിച്ചതും എല്ലാം മക്കയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അവര് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, അവര് ആ 2 കുട്ടികൾ ഞങ്ങൾ അബൂജഹലിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കേണ്ടതിന്റെ എന്താ പറയാ, അതിന്റെ അടുത്തൊരു കാരണം എന്താന്ന് വെച്ചാല് അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള പഠനമാണ്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഹൽക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നത് സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായത്തെ കുറിച്ചാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, അപ്പൊ കുറേ നേരമായല്ലോ നിങ്ങൾ പഠിച്ചോ നിങ്ങൾ എന്താ പഠിക്കാത്തെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രമിച്ചോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ. ഞാൻ എന്നോടും കൂടിയാണ് പറയണട്ടോ, ഞങ്ങളോടേ അല്ല പറയണേ, എന്നോടും കൂടി പറയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പഠിക്കാനുള്ള ഒരു ഉറവിടങ്ങൾ എന്താണ്, ഇതൊക്കെ എവിടുന്നാ പഠിക്കുക, എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക? ഒന്നാമത് അത് പഠിക്കാനുള്ള സോഴ്സുകൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പരിശുദ്ധ ഖുർആനാണ്. തെറ്റുപറ്റാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വാക്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് മുതൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കാൻ 55 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് അബ്രഹത്ത് ബിൻ സബാഹ് എന്ന് പറയുന്ന ആ എത്യോപ്യൻ ആയിട്ടുള്ള ഗവർണർ ഒരു ആനപ്പടയുമായിട്ട് കഅബാലയം പൊളിക്കാൻ വേണ്ടി വരുന്നതും ആ സൂറ ഫീൽ, അതായത് 105-ാമത്തെ പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറ ഫീലിന്റെ ആ അവതരണ പശ്ചാത്തലവും ഒക്കെ അതാണ്. പിന്നെ എന്താണ് അതില് അവിടെ മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 93-ാമത്തെ അധ്യായമായിട്ടുള്ള സൂറ ദുഹായില് അള്ളാഹു സുബ്ഹാനഹു വ തആല 6-ാമത്തെ വചനത്തിൽ അലം യജിദ്ക യതീമൻ ഫആവ, നിങ്ങൾ യതീമായി നിങ്ങളെ കണ്ടെത്തിയില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് സംരക്ഷണം നൽകിയില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സൂറ ബഖറയിൽ 144-ാമത്തതിൽ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ എന്ന് പറയുന്ന, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ കുറിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളെ കുറിച്ച് വലാ തമുദ്ദന്ന ഐനൈക, കണ്ണുകള്, അതേപോലെ തന്നെ എന്താ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകള്, ഓരോ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പരിശുദ്ധ ഖുർആനിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് അത് നമുക്ക് പഠിക്കാനുള്ള ഒരു തടസ്സം എന്ന് വെച്ചാൽ അത് പലയിടത്തായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച് പഠിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസം ഉണ്ടായത് കൊണ്ട് 2-ാമത്തെ സോഴ്സും കൂടി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഹദീസുകളാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെയാണ് എന്ത് ഹദീസുകൾ എന്ന് പറഞ്ഞാല്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, മൗന അനുവാദങ്ങൾ, അതായത് അക്വാലുകള്, അഫ്ആലുകള്, തക്രീറാത്തുകൾ, അതൊക്കെയാണ് ഹദീസുകളിൽ വരുന്നത്.
ഹദീസ് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? കുത്തുബ് സിത്ത എന്നറിയപ്പെടുന്ന 6 ഗ്രന്ഥങ്ങൾ. അത് ഒന്ന് സൊഹീൽ ബുഖാരി, സൊഹീൽ മുസ്ലിം, പിന്നെന്താണ് അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ. ഇതാണ് ഈ 6 ഗ്രന്ഥങ്ങളാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇതിന്റെയൊക്കെ കുറെ ഒരുവിധം സുനൻ തിർമിദിയുടെയും അതുപോലെ തന്നെ സൊഹീൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ മലയാള പരിഭാഷകളും ഉണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ അത് കിട്ടും. ശ്രമിക്കുകയാണെങ്കിൽ അതെല്ലാം കിട്ടും. ഇതൊന്നും അല്ലാതെ തന്നെ 100 കണക്കിന് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം അഹമ്മദിന്റെ 40 ഓളിയങ്ങൾ വരുന്ന മുസ്നദ് ഉണ്ട്. അതല്ലാതെ തന്നെ വേറെ മുസ്നദുകളുണ്ട്. പിന്നെ മുസന്നഫുകളുണ്ട്. അതായത് മുസന്നഫ് അബ്ദുൾ റസാഖ്, അതേപോലെ തന്നെ മുസന്നഫ് ഇബ്നു അബി ഷെയ്ബ് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ആദ്യമായിട്ട് അദ്ദേഹം ക്രോഡീകരിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥമായിട്ടുള്ള അൽ മുവത്ത, അതേപോലെ തന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഇമാം നവവിയുടെ റിയാദു സ്വാലിഹിന്റെ 3 വോള്യങ്ങളുണ്ട്. എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ആ ബുക്കൊക്കെ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ എന്താണ് അർബഈന നവവി പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. പിന്നെ പിന്നെ സ്വഹാബാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവരെന്ത് ചെയ്തിരുന്നു? ഈ ഹദീസ് ഗ്രന്ഥങ്ങളും പരിശുദ്ധ ഖുർആനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനുള്ള ഒന്നാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്ന എന്താണ്? സ്വഹാബാക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ സീറ രചിച്ചിട്ടുണ്ടായിരുന്നു. സീറ പറഞ്ഞാല് ചരിത്രം. ആദ്യമായിട്ട് സീറ രചിക്കുന്നത് തന്നെ ആരാന്ന് വെച്ചാല് 3-ാം ഖലീഫയായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമുക്കറിയാലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ദുന്നൂറൈൻ എന്നറിയപ്പെടുന്ന ആ ഒരു സ്വഹാബിയുടെ മകനായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബാൻ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല. അദ്ദേഹം ത്വാബികളിൽ പെട്ടിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനാണ്. അക്കാലഘട്ടത്തിൽ മദീനയിൽ അറിയപ്പെട്ടിരുന്ന ഫുഖഹാഉ സബഅ എന്ന് പറയുന്ന ആ പണ്ഡിതന്മാരിൽ, അതായത് 7 പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉർവ ബിൻ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനൊക്കെ നമ്മൾ സീറ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനായ ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സീറ രചിച്ചത്. അദ്ദേഹത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് കടന്നു വരുന്ന ഇബ്നു ശിഹാബു സഹരി എന്ന് പറയുന്ന റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കിതാബുൽ മഗാസി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥമൊക്കെ ഇതൊന്നും ഇപ്പൊ നിലവിലില്ല കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഇപ്പൊ നിലവിലുള്ളത് എന്ന് പറഞ്ഞാല് എന്താ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ കടന്നു വരുന്ന പ്രധാനപ്പെട്ട ഇപ്പൊ നിലവിലുള്ള ഗ്രന്ഥങ്ങളുടെ പേര് ഞാൻ പറയാം. പക്ഷെ ഈ ഗ്രന്ഥങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എന്താ പറയാ, അപ്പൊ ഇവര് ചെയ്തത് ഞാൻ പറഞ്ഞില്ല, അക്കാലഘട്ടത്തിൽ പേപ്പറും പേനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലിലും തോലിലും കല്ലിലും ഒക്കെയാണ് അവർ എഴുതി വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇവർക്ക് കൊണ്ടു നടക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ എന്താ ചെയ്തത്, പിന്നീട് വന്ന ഒരാളെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിക്കാൻ. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്നാണ്. നമ്മളെല്ലാരും ഒരുവിധം ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം രചിച്ച സീറത്ത് ബിൻ ഇസ്ഹാഖ് അതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥം. ഇത് എന്താ പറയാ, നമുക്ക് കുറെ ആളുകളൊക്കെ അദ്ദേഹം ജനിക്കുന്നത് തന്നെ, ഈ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന ആള് ജനിക്കുന്നത് തന്നെ ഹിജ്റ വർഷം 85-ലാണ്. 85 എന്ന് പറഞ്ഞാൽ അന്ന് പല സ്വഹാബികളും ജീവിച്ചിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും അവസാനം മരിക്കുന്ന 2 സ്വഹാബാക്കളുണ്ട്. ഒന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജ്റ 110-ലാണ് മരിക്കുന്നത്. അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജ്റ 90-ലാണ്. അതായത് അബ്ദുല്ലാഹിബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ മകനായിട്ടുള്ള ജാബിർ ബിൻ അബ്ദുല്ല പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് 10-17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായിരുന്നു ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹമൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് എന്താ പറയാ, ഇബ്നു ഇസ്ഹാഖ് ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം രചിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആലം, ഒരുപക്ഷെ അവര് പല സ്വഹാബികളെയും കണ്ടിരുന്നിരിക്കണം. അതില് അദ്ദേഹം ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിച്ചപ്പോ ഏകദേശം 10ഓളം വോള്യങ്ങൾ ഉണ്ടായിരുന്നു. അതില് പരമ്പര സഹിതമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അത് രചിച്ചത്. അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 150-ലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ 2ാമത്തെ തലമുറയിൽ പെടുന്ന ഇബ്നു ഹിഷാം എന്ന് പറയുന്ന, അതായത് അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ശിഷ്യനായിട്ട് വരുന്ന ഇബ്നു ഹിഷാം എന്ന് പറയുന്ന അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 213-ലാണ്. അദ്ദേഹമാണ് ഇസ്ഹാഖിന്റെ സീറ ഗ്രന്ഥം വെട്ടിച്ചുരുക്കിയിട്ട് അതിനെ 4 വോള്യങ്ങളാക്കി. അതാണ് ഇന്ന് നിലവിലുള്ള സീറത്തു നബവിയ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ആ അതല്ലാതെ തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്.
അറബി ഭാഷയിൽ തന്നെ ഒരുപാടെണ്ണം ത്വാരിഖ് ഇബ്നു തൊബരിയൊക്കെ നമ്മൾ കേട്ടതായിരിക്കും. ഇബ്നു സഅദിന്റെ തൊബക്കാത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ ബിദായ വന്നിഹായ, അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ആ ഒരു ചരിത്രം, അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഒരു വിധത്തിലൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ സാദത്തുൽ മആദ്, സാത്തുൽ മആദ് എന്ന് പറയുന്ന ബുക്ക്, അതേപോലെ തന്നെ ഇതൊക്കെ എന്താണ്, പഴയ കാലഘട്ടത്തിലുള്ള പുരാതന കാലത്തുള്ള ക്ലാസിക്കൽ സീറ ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. പിന്നീട് വരുന്നത് ഷമായിലുകളാണ്. പക്ഷെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ബുക്കുകളെ പേരൊക്കെ ഞാൻ പറയട്ടോ, നിങ്ങൾ എടുത്ത് വായിക്കുന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ആരെങ്കിലും സീറ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം ഇൻഷാ അള്ളാഹ്. തീർച്ചയായിട്ടും സീറ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് ഇപ്പം. അപ്പൊ നിങ്ങൾ എങ്ങനെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. പിന്നെ വരുന്നത് ഷമായിലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായിട്ടുള്ള ശീല പെരുമാറ്റ സ്വഭാവങ്ങളെ കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളാണത്. അത് തന്നെ ഇമാം തിർമിദിയുടെ ഗ്രന്ഥം ഉണ്ട് ട്ടോ. ഷമായിൽ തിർമിദി എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് അത് പരിഭാഷ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ കടന്നു വരുന്നതാണ് ഇമാം ബൈഹഖിയുടെ ദലാഇലുൻ നുബുവ എന്നറിയപ്പെടുന്ന 12ഓളം വോള്യങ്ങൾ വരുന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തും അതിനുശേഷം ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തെഴുതിയിട്ടുള്ള ബുക്ക്. അതേപോലെ തന്നെ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും പിന്നെന്താണ്, ഇസ്ലാമിക് ശരിയ കോഴ്സിന്റെ ഒരു ഭാഗം സീറ തന്നെ ആയിരിക്കും. നമ്മുടെ എൻക്യുവിനകത്ത് പിന്നെ ഈമാൻ വസീറ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞതില്. ഇപ്പൊ അത് എന്താ പറയാ, ഇപ്പൊ അത് ശരിയ കോഴ്സിന്റെ ഭാഗമായിട്ട് ആവാനാണ് ചാൻസ്. എന്തായാലും സീറ നമ്മൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻക്യുവിനകത്ത് സീറ ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ അതേപോലെ തന്നെ കുറെ ആളുകൾ മക്കയുടെ മദീനയുടെയും ചരിത്രം മാത്രം രചിച്ചിട്ടുണ്ട്. അതിലെന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വരാണ്ടിരിക്കൂലല്ലോ. പിന്നെ അതേപോലെ തന്നെ ഹിജ്റ 250 മരണപ്പെട്ട അബ്ദുൽ വലീദ് അൽ അസ്ഹരിയുടെ താരീഖു മക്ക എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് പിന്നെ എന്താ പറയാ, പിന്നീട് പുരാതന ആ സീറ ഗ്രന്ഥങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ സീറ രചിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ പ്രവാചക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥം, സുലൈമാൻ നദവിയുടേത്, അതുപോലെ തിക്താലപ്പ് എന്താ പറയാ, ഖുറാന്റെ പരിഭാഷ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ. അതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ 8 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കയ്യിലെ ഒരു ബുക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. അത് നമ്മുടെ നാട് പറഞ്ഞാൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണ് അത് എഴുതിയിട്ടുള്ളത്. അതായത് വിവിധ ഭാഷകളിൽ നബിചരിത്രം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് സഫിയുർ റഹ്മാൻ മുബാറക് പൂരി എന്നാണ്. സഫിയുർ റഹ്മാൻ മുബാറക് പൂരി. അദ്ദേഹം പിന്നെ 1976 പാകിസ്ഥാനിൽ വെച്ചിട്ട് പിന്നെ സംഘടിപ്പിക്കപ്പെട്ട നബിചരിത്ര സമ്മേളനത്തിന് ശേഷം 1976 പാകിസ്ഥാനിൽ ഒരു നബിചരിത്രത്തിന്റെ ഒരു പിന്നെ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റാബിത്തുൽ ആലമീൻ ഇസ്ലാമി എന്ന് പറയുന്ന മക്കയിലുള്ള ആ ഒരു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ചരിത്രം രചിക്കാൻ ഒരു മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അതില് പങ്കെടുത്തിട്ട് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഏകദേശം 400ഓളം ഗ്രന്ഥകാരന്മാരുണ്ടായിരുന്നു. അവസാനം എത്തിയപ്പോൾ 168 പേരെങ്കിലും അതിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞു. അവരെല്ലാം പിന്തള്ളിക്കൊണ്ട്, അവരെല്ലാം പുറത്താക്കിക്കൊണ്ട് ദ സീൽഡ് നെക്താർ, അതിന്റെ മലയാള പരിഭാഷയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് അതിന്റെ അറബി അർ റഹീഖ് അൽ മഖ്തൂം എന്നാണ് ആ ബുക്കിന്റെ പേര്. അർ റഹീഖ് അൽ മഖ്തൂം, അതാണ് അതിന്റെ അറബി ഗ്രന്ഥത്തിന്റെ പേര്. ഇംഗ്ലീഷിലെ അതിന്റെ പതിപ്പിന്റെ പേര് ദ സീൽഡ് നെക്താർ ആണ്. അതിനെ മുഹമ്മദ് സലീം സുല്ലമി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു ബുക്ക് അവിചാരിതമായിട്ട് എന്റെ കയ്യിൽ വന്ന് പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ബുക്കുകളെല്ലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധപ്പെട്ട ഈ ബുക്കുകളെല്ലാം പിന്നെ എന്റെ സ്റ്റഡി ടേബിളിൽ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് യാതൊരു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് വെറുതെ പറയുന്നതല്ല. ഞാൻ ഒരിക്കലും നമുക്ക് ഇതുപോലെ എന്താ പറയാ ഈ ബുക്കുകളൊന്നും കേണ്ട ഒരു ആളെ അല്ല. പക്ഷെ മനസ്സിൽ അത്രയേറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിൽ അത്രയേറെ ആഗ്രഹം ഉണ്ടായത് കൊണ്ട് തന്നെ, അതാണ് പറയുന്നത്, നമുക്ക് ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിവിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കി കൊണ്ടുപോകുന്നു.
വെറുതെ പറയുന്നതല്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ തീർച്ചയായിട്ടും ആ നബി ചരിത്രം പഠിച്ചിരിക്കുക എന്നുള്ളത്, ഇപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങൾ വാങ്ങി വെച്ച് വായിക്കലൊന്നും പോസിബിൾ അല്ല. അതൊക്കെ വാങ്ങി വെച്ചാൽ എല്ലാവർക്കും ഇത് വായിക്കാൻ ഇഷ്ടം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ നബി ചരിത്രത്തിന്റെ A to Z കാര്യങ്ങള് എന്താ പറയാ, അതിലൊരു ഭാഗങ്ങളും പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളും വിടാതെ തന്നെ നമ്മുടെ അക്കാഡമി തന്നെ കൊടുക്കുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ആ ബുക്ക് എന്റെ കയ്യിൽ ഇരുന്നതിന് ശേഷമാണ് ഈ കണ്ട ബുക്കുകളെല്ലാം വന്നത്. ആ പരിശുദ്ധ ഖുറാനുമായിട്ട് ഇത്രയും ബന്ധം വന്നത്. അതായത് ഓരോ ഓരോ ആയത്തുകളും ഏത് സന്ദർഭത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി എന്നുള്ള ആ എല്ലാ വിവരങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറേ നേരമായിട്ടുണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടും തോന്നുന്നു. ഇത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും അള്ളാന്റെ നാമത്തിൽ ജസാക്കല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും. എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് പറയാൻ എനിക്കെന്നല്ല, ഓരോരുത്തരും പറയുന്നത് നിങ്ങൾ കേൾവിക്കാരുണ്ടായത് കൊണ്ടാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد ان لا اله الا انت نستغفرك ونتوب اليك. السلام عليكم ورحمة الله وبركاته. ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലല്ലോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ ഇൻഷാല്ല അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. നിങ്ങള് പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ അന്വേഷിച്ചാൽ മതി. ഇൻഷാല്ല നമ്മളിലേക്ക് എത്തിക്കോളും ഇൻഷാല്ല. ഒരുപാട് സമയം ക്ഷമയോടെ കാത്തിരുന്ന ഒരു സമയം. എല്ലാരും കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇൻഷാല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യട്ടെ. അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.